യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ കഴിയുന്ന ആണവ മിസൈലുകൾ ഇറാൻ രഹസ്യമായി നിർമ്മിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ഉത്തര കൊറിയയിൽ നിന്നാണ് മിസൈൽ ഡിസൈനുകൾ ഇറാന് ലഭിച്ചതെന്നും ഫ്രാൻസ് ആസ്ഥാനമായുള്ള സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്ന പേരിലുള്ള 2 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ വിക്ഷേപിക്കുന്നതെന്നും ആരോപണമുണ്ട്. മിസൈലുകളുടെ പ്രഹരപരിധി 3000 കിലോമീറ്ററിലേറെയാണ്. റോക്കറ്റ് ലോഞ്ചറുകളുടെ പരീക്ഷണം ഇറാൻ ഇതിനോടകം നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ആരോപണത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ പ്രതിരോധശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ ദേശീയ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇറാനിയൻ സൈന്യം എക്താദർ 1403 വ്യോമ പ്രതിരോധ പരിശീലനത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതായി റിപ്പോർട്ട്. മാത്രമല്ല, ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അഭ്യാസത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു. വളരെ പ്രാധാന്യമുള്ള ഈ പരിശീലന ഘട്ടത്തിൽ ശത്രുതാപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വെടിവെച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സൈന്യം പരിശീലിക്കുന്നത്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കും. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്റ്റീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക. കൂടാതെ യുദ്ധമേഖലയിലെ ശത്രുതാപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് സിഗ്നൽ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ പരീക്ഷണം എന്നിവയുടെ ഉപയോഗവും വർദ്ധിപ്പിക്കും. ഇറാനിലെ സംയുക്ത വ്യോമ പ്രതിരോധ താവളത്തിന്റെ പ്രവർത്തന കമാൻഡിന് കീഴിൽ നടക്കുന്ന ഈ പരിശീലനം പ്രതിരോധ സേനയെയും വ്യോമസേനയും സംയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യുദ്ധക്കളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുന്നത്. മാത്രമല്ല, ഇതിലൂടെ രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധ തരം നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരവസരം കൂടി സൈന്യത്തിന് നൽകുന്നുണ്ട്. വ്യോമാക്രമണം, മിസൈലാക്രമണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടും. കൂടാതെ ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനമേറെ സഹായകമാകും. സമാനമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വേഗമേറിയ രീതിയെക്കുറിച്ച് ഇറാനിയൻ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നടപടികളെ തടയുന്നതിനായി അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം കണ്ടെത്തുന്നതിന് ടെഹ്റാൻ ആസ്ഥാനമായുള്ള ശാസ്ത്രജ്ഞരുടെ ഒരു രഹസ്യ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പുതിയ രീതിയുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാനിയൻ ശാസ്ത്രജ്ഞർ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ വസ്തുക്കളെ പ്രവർത്തനക്ഷമമായ ആയുധമാക്കി മാറ്റാൻ സാധിക്കുന്ന കുറുക്കുവഴികൾ പര്യവേഷണം ചെയ്യുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും പറഞ്ഞിരുന്നു. കുറഞ്ഞത് 4 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനം ഇറാനിലുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ സൈനിക സേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദമായ ഷെഡ്യൂൾ പ്രകാരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പായാണ് ഇതിനെ കണക്കുകൂട്ടുന്നത്. പ്രതിരോധത്തിനു വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ ഇസ്ലാമിക് റിപ്പബ്ലിക് മടിക്കില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചയ്ക്ക് വിധേയമാകില്ലെന്നും രാജ്യത്തെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കയ്ക്കും ശത്രു രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.